ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു സാം ഗെയിമേഴ്സ്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ പറയാൻ പോണ MARP മല്ലു ആൻഡ്രസ് റോൾ പ്ലേയുടെ പുതിയൊരു അപ്ഡേറ്റാണ്. അപ്പോൾ പുതിയൊരു അപ്ഡേറ്റിൻ്റെ വീഡിയോ ആണ് ഇത് ചെയ്യണം. അപ്പോൾ നിങ്ങളൊക്കെ അറിഞ്ഞാൽ നമ്മൾ ലോഗോ മാറി, അത് കാരണം കുറേ ഇൻട്രോ ഒന്നും സെറ്റായിട്ടില്ല. ഇൻട്രോ സെറ്റാകുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ കൂടുതൽ വൈബ് ചെയ്യുന്നില്ല. പുതിയ അപ്ഡേറ്റ് ഓക്കെ ഇപ്പോൾ തന്നെ പറയാം. അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്ത് കയറുമ്പോൾ നമ്മുടെ MARP ലോഗിൻ ചെയ്ത് കയറുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസാണ് കാണിക്കുന്നത്. ഇത് ജസ്റ്റ് അവർ പുതിയൊരു കസ്റ്റം TD ആണ്, സ്വന്തമായിട്ട് ഉണ്ടാക്കിയ TD ആണ് അവിടെ ആയിട്ടാണ് ലോഗിൻ TD. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ലോഗിൻ TDക്കകത്ത് ഫുൾ എല്ലാ ഡീറ്റെയിൽസും ഒരു TDക്കകത്തുണ്ട് എന്ന് വെച്ചാൽ, അതായത് അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇവിടെ ഇത്ര കിടപ്പുണ്ട്. ഡിസ്കോഡ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും യൂട്യൂബ് ആയാലും ഇവിടെ തന്നെ ഇരിപ്പുണ്ട്. ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അങ്ങോട്ട് പോകും. പിന്നെ അതുകൂടാതെ ഒരു മിനിറ്റ് ഇവിടെ 3 എണ്ണം ഉണ്ട്. അല്ല അതുകൂടാതെ അടുത്ത് വന്നേക്കുന്നത് ഇതിൻ്റെ ചേഞ്ചസ്, നമ്മുടെ സെർവർ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ തന്നെ ഓൾറെഡി അവർ ചെയ്യുന്നുണ്ട്. 3 എണ്ണം വെച്ച് ഇവിടെ ഇപ്പോൾ ഇടുന്നുണ്ട്. ഇതിൻ്റെ എന്തൊക്കെ അപ്ഡേറ്റ് വന്നെന്ന് പറയും ഇവിടെ ഇടുന്നുണ്ട്. കണ്ടാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ചേഞ്ച് ലോ എന്ന് പറയും. പിന്നെ ഇവിടെ സെർവർ ഓൺലൈനാണോ ഓഫ്ലൈൻ ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഓൺലൈൻ കാണിക്കുന്നത്. പിന്നെ സെർവറിൻ്റെ ഫൗണ്ടർ ഈഗിൾ ഹീറോ ആണ്. അപ്പോൾ അതവിടെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ MARP സെർവറിൻ്റെ കുറച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ MARP സെർവറിനെ കുറിച്ചുള്ള കുറച്ച് ബയോ അത്രയാണ് ഉള്ളത്. പിന്നെ നമ്മുടെ ലോഗിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെയായിട്ട് ഒരു മിനിറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും ലോഗിൻ ചെയ്യാൻ വേണ്ടി വരേണ്ടത് ഇവിടെയായിട്ട് നമ്മുടെ താഴെയായിട്ടൊരു ലോഗിൻ എന്നൊരു ബട്ടൺ ഉണ്ട്, കാണാൻ പറ്റും. MARPയുടെ താഴെയായിപ്പോൾ കുഴപ്പമില്ല. ആ ലോഗിൻ എന്നൊരു ബട്ടൺ നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് വരും. ഇവിടെ നമ്മുടെ താഴെ പാസ്വേഡ് അടിക്കേണ്ട സ്ഥലത്ത് ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് പാസ്വേഡ് അടിക്കേണ്ട ഇൻപുട്ട് ബോക്സ്, അവിടെ പാസ്വേഡ് അടിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പാസ്വേഡ് അടിക്കും. ഇത്രയുള്ള ലോഗിൻ കസ്റ്റം ലോഗിൻ ഇങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഗൈസ് ഇതൊരു ചെറിയ അപ്ഡേറ്റ് നിങ്ങൾ വിചാരിക്കും, പക്ഷേ ചെറിയൊരു അപ്ഡേറ്റ് അല്ല. ഇതവർ സ്വന്തമായിട്ട് ചെയ്തൊരു കസ്റ്റമർ. അപ്പോൾ ഇത്രയും ഇവിടെ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ ഉണ്ടെങ്കിൽ DCക്കകത്ത് എന്തൊക്കെ അപ്ഡേറ്റ് എന്ന് കണ്ടറിയാം ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ അതായിരിക്കും പറയുന്നത്. അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് പുതിയൊരു അപ്ഡേറ്റ് വന്നു, അത് നമ്മൾ കാണിച്ചു. പിന്നെ അടുത്ത പറഞ്ഞ അപ്ഡേറ്റ് നമ്മൾ ഇതോടൊക്കെ വീഡിയോ ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതിൻ്റെങ്കിലും ട്യൂട്ടോറിയൽ എന്തെങ്കിലും വേണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മളതിൻ്റെ വീഡിയോ ചെയ്തതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.